ഹായ് ഓൾ, അടുത്ത ടോപ്പിക്കാണ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. എന്താണ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഇപ്പോൾ ഈ ടോപ്പിക്കിന് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് എന്നിട്ടത് എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു പേര് എന്ന്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് BMI കുറിച്ചിട്ടാണ്. BMI എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് ആണ് എന്ത്? BMI. അപ്പോൾ നമ്മുടെ ഭാരം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമില്ലേ? ആ ഭാരം നോർമലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? BMI എന്ന് പറയുന്നത്. അപ്പോൾ ഈ BMI കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമ്മുടെ ഹൈറ്റും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റും വേണം. അപ്പോൾ BMI എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചിക അല്ലെങ്കിൽ അളവുകോൽ. അപ്പോൾ BMI എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അളക്കാനുള്ള സൂചിക അല്ലെങ്കിൽ അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? BMI എന്ന് പറയുന്നത്. അപ്പോൾ ഈ BMI അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ അറിയണം? നമ്മുടെ ഭാരം അറിയണം, അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉയരവും അറിയണം. അപ്പം നമ്മുടെ ഭാരവും അതുപോലെ തന്നെ ഉയരവും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തളക്കാൻ പറ്റുള്ളൂ? BMI അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ BMI ഇപ്പം എന്തിനാണ് അളക്കുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. BMI എന്തിനാണ് അളക്കുന്നത്? നമുക്കുള്ള ഭാരം, അതായത് നമ്മുടെ വെയിറ്റ് നോർമലാണോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറവാണോ, അതിനാണ് അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണോ, അതായത് വെയിറ്റ് കൂടുതലാണോ എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? നമ്മുടെ BMI അറിയണം. അപ്പോൾ BMI വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ നോർമൽ വെയിറ്റ് ആണോ, അണ്ടർ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ BMI അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രം കിട്ടിയാൽ പോരാ? നമ്മുടെ വെയിറ്റ് മാത്രം കിട്ടിയാൽ പോരാ. നമ്മുടെ എന്തും കിട്ടണം? നമ്മുടെ ഹൈറ്റും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് BMI കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ, ഇപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് നോർമലാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇപ്പോൾ ഹൈറ്റ് നോക്കുന്നത്? വെയിറ്റ് മാത്രം അങ്ങോട്ട് നോക്കിയാൽ പോരെ എന്ന് ചിന്തിക്കും. നോക്കിയാൽ പോരാ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 കുട്ടികൾ നിൽക്കുകയാണ്, ഒരേ പ്രായമുള്ള 2 കുട്ടികൾ നിൽക്കുകയാണ്. അതിലൊരു കുട്ടീൻ്റെ ഹൈറ്റ് എത്രയാണ്? ഒരു കുട്ടീൻ്റെ ഹൈറ്റ് കൂടുതലും ഒരു കുട്ടീൻ്റെ ഹൈറ്റ് കുറവാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് കൂടിയ കുട്ടിയിൽ എന്തൊക്കെ കൂടുതലുണ്ടാവും? മസിൽസ് കൂടുതലുണ്ടാവും, ഫാറ്റ് കൂടുതലുണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് ഒക്കെ കൂടുതലുണ്ടാവും. ഹൈറ്റ് കുറഞ്ഞ കുട്ടിയിലാണെന്നുണ്ടെങ്കിലോ മസിൽസ് കുറവാകും. ആ ഹൈറ്റ് കൂടിയ കുട്ടീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മസിൽസ് കുറവാകും, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും ഫാറ്റൊക്കെ കുറവാകും. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ്? ആ കുട്ടീൻ്റെ വെയിറ്റ് എങ്ങനെയാണ്? ആ 2 കുട്ടീൻ്റെയും വെയിറ്റ് സെയിം ആവുമോ? ആ മസിൽസ് കൂടുതലുള്ള കുട്ടീൻ്റെ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റും ഫാറ്റൊക്കെ കൂടുതലുള്ള കുട്ടീൻ്റെ വെയിറ്റ് കൂടും, അതുപോലെ തന്നെ അതൊക്കെ കുറവുള്ള കുട്ടീൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്യും. ഇപ്പോൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ സൈസിലുള്ള, അതായത് ഒരേ വിടുത്തുള്ള 2 വടി എടുത്തു, ഒരേ തടിയിലുള്ള 2 വടി എടുത്തു. അതായത് ഒരൊറ്റ വടി നിങ്ങൾ എന്ത് ചെയ്തു? മുറിച്ചിട്ട് 2 കഷ്ണമാക്കി എന്ന് വിചാരിക്കുക. ഒരു ചെറിയ കഷ്ണമാക്കി, ഒരു വലിയ കഷ്ണമാക്കി. അപ്പോൾ വലിയ കഷ്ണത്തിൻ്റെ ഹൈറ്റ് കൂടുതലാണ്, ചെറിയ കഷ്ണത്തിൻ്റെ ഹൈറ്റ് കുറവാണ്. ഇതിൽ ഏത് കഷ്ണത്തിനാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക? ആ വലിയ കഷ്ണത്തിനാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക. കാരണം എന്താണ്? അതിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. ചെറിയ കഷ്ണത്തിന് ആ വലിയ കഷ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വെയിറ്റ് കുറവാണ്. കാരണം എന്താ? അതിൻ്റെ ഹൈറ്റ് കുറവായത് കാരണം. അപ്പോൾ നമുക്ക് BMI അറിയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? നമ്മുടെ ഹൈറ്റും വേണം, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റും വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലിൻ്റെ നീളം കൂടും, മസിൽസിൻ്റെ മാസമൊക്കെ കൂടും. അപ്പോൾ എന്ത് കൂടും? വെയിറ്റ് കൂടും. പക്ഷെ ചില ആൾക്കാരിൽ അവർ ഹൈറ്റ് കുറവാണെങ്കിലും അവരുടെ BMI കൂടുതലാവും. അപ്പം ഹൈറ്റ് കുറവാണെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ടാവില്ല അവർ വെയിറ്റ് ഉണ്ടാവുക. വെയിറ്റ് നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയുക. ഇനി ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് ഇല്ലെങ്കിൽ അവരെയാണ് നമ്മൾ അണ്ടർ വെയിറ്റ് എന്ന് പറയുക. അപ്പം നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? BMI നോർമൽ ലെവലാവും. അതായത് ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് BMI നോർമൽ ലെവലാണെന്നുണ്ടെങ്കിൽ നോർമൽ വെയിറ്റ് ആണ്. ഇനി ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റും, കുറവാണെന്നുണ്ടെങ്കിൽ അണ്ടർ വെയിറ്റും ആണ്. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റും ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് എങ്ങനെ BMI കാണാം എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് എന്ത്, വെയിറ്റ് ഇൻ kg ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റ് സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം, ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് എന്നും പറയാം. അപ്പോൾ നമ്മുടെ ഹൈറ്റിന് എന്ത് ചെയ്യുക, ഇൻറ്റു ഹൈറ്റ് ചെയ്യുക. അപ്പം വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും. അപ്പം ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ്, ഏതിലാണ് കാണേണ്ടത്, യൂണിറ്റ് ഏതാണ്, മീറ്ററിലാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വെയിറ്റ് എന്തിലാണ് കാണേണ്ടത്, കിലോഗ്രാമിലാണ് കാണേണ്ടത്. ഇത് മനസ്സിലായോ? അപ്പം വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, BMI കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 കുട്ടികളുണ്ട്, അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കാണുകയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ആദ്യത്തെ കുട്ടീൻ്റെ വെയിറ്റ് എത്രയാണ്, 25 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് 120 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് ഏതിലാണ് നമുക്ക് വേണ്ടത്, മീറ്ററിലാണ് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ കുട്ടീൻ്റെത് 120 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പം 120 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. 120 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 1.20 മീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുക. നമ്മളെ ഫസ്റ്റ് ചൈൽഡിൻ്റെ വെയിറ്റ് എത്രയാണ്, 25 ആണ്. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, 1.20 ആണ്. 20 മീറ്റർ ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 kg ആണ്. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, 25 ഡിവൈഡഡ് ബൈ 1.20 ഇൻറ്റു 1.20 ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക, 17.4 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ചൈൽഡിൻ്റെ BMI നമ്മൾ കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് ചൈൽഡിൻ്റെ BMI കാണണം. അപ്പോൾ സെക്കൻഡ് ചൈൽഡിൻ്റെ BMI എത്രയാണ് വരിക, നമ്മളോട് പറയുന്നത് എത്രയാണ്, 45 ആണ് എന്ത്, കിലോഗ്രാം. 45 കിലോഗ്രാം ആണ് സെക്കൻഡ് ചൈൽഡ് ഉള്ളത്. ആ സെക്കൻഡ് ചൈൽഡിൻ്റെ ഹൈറ്റ് എത്രയാണുള്ളത്, 125 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ 125 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 1.25 മീറ്റർ കിട്ടും. ഇനി നമുക്കത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. BMIൻ്റെ ഇക്വേഷൻ എന്താണ്, വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. വെയിറ്റ് കിലോഗ്രാമിലാണ് വേണ്ടത്, ഹൈറ്റ് മീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ വെയിറ്റ് 45 ഡിവൈഡഡ് ബൈ ഹൈറ്റ് 1.25 ഇൻറ്റു 1.25 എത്രയാണ് കിട്ടുക ആൻസർ, 28.8 ആണ് ആൻസർ കിട്ടുക. ഇപ്പോൾ നമുക്ക് 2 കുട്ടികളുടെയും BMI കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് നോക്കണം, ഈ കുട്ടികളൊക്കെ നോർമലാണോ, അണ്ടർ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ യൂസ് ചെയ്യും. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് നോക്കേണ്ടത്. അപ്പം അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അവരുടെ BMI വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ BMI തന്നിട്ടുണ്ട്. BMI ബിലോ 18.5 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്താണ്, അണ്ടർ വെയിറ്റ് ആണ്. ഇനി BMI 18.5 ടു 24.9 ആണെന്നുണ്ടെങ്കിൽ നോർമൽ വെയിറ്റ് ആണ്. 25 ടു 29.9 ആണെന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഇനി അടുത്തത് 30 ടു 34.9 ആണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റി, പൊണ്ണത്തടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി 35 ടു 39.9 ആണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റീൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. എബോവ് 40 ആണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റീൻ്റെ തേർഡ് സ്റ്റേജ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഈ കുട്ടികൾ ഇതിൽ ഏതിലാണ് വരുന്നത് നോക്കാം. ഈ കുട്ടികൾ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചൈൽഡിന് എത്രയാണ് കിട്ടിയത്, ഫസ്റ്റ് ചൈൽഡിന് 17.4 ആണ് കിട്ടിയത്. അപ്പോൾ 17.4 എന്ന് പറയുമ്പം ആ ഫസ്റ്റ് ചൈൽഡിൻ്റെ കണ്ടീഷൻ എന്താണ്, ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അണ്ടർ വെയിറ്റ് ആണ്. കാരണം എന്താണ്, 18.5ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അണ്ടർ വെയിറ്റ് ആണ്. ഇനി അടുത്തത് സെക്കൻഡ് ചൈൽഡിന് എടുക്കാം. സെക്കൻഡ് ചൈൽഡിൻ്റെ വെയിറ്റ് എത്രയാണ്, BMI എത്രയാണ് വരുന്നത്, 28.8 ആണ് വരുന്നത്. 28.8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, 28.8 എന്ന് പറയുമ്പോൾ എന്താണ്,
ഓവർ വെയിറ്റ് ആണ്. നോർമൽ വെയിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര ഇതിൻ്റെ ഇടയിൽ വരണം? 18.5-ൻ്റെയും അതുപോലെ തന്നെ 24.9-ൻ്റെയും ഇടയിൽ വരണം. ഫസ്റ്റ് ചൈൽഡ് അണ്ടർ വെയ്റ്റും സെക്കൻഡ് ചൈൽഡ് എന്താണ്? ഓവർ വെയ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മുടെ വെയിറ്റ് നോർമൽ ആണോ എന്ന് നോക്കുന്നത്. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം നമ്മുടെ കയ്യിൽ? ഹൈറ്റും വേണം, അതുപോലെ തന്നെ വെയിറ്റും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പാഠഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഡസ് ഈറ്റിംഗ് മോർ ഫുഡ് ലീഡ് ടു ബെറ്റർ ഹെൽത്ത്? അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, കുറേ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്. കുറേ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നോ. ഒബ്സർവ് ദി ഫിഗർ. വിച്ച് ഓഫ് ദീസ് ചൈൽഡ് ഹാസ് പ്രോപ്പർ ഗ്രോത്ത്? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്? അപ്പോൾ നമ്മളോട് പറയാണ് ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആർക്കാണ് ഇതിലേത് കുട്ടിക്കാണ് പ്രോപ്പറായിട്ടുള്ള വളർച്ച ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്? അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് പ്രോപ്പർ വളർച്ച കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം പ്രോപ്പർ വളർച്ച കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? BMI യൂസ് ചെയ്തിട്ടാണ് കണ്ടെത്തുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനി വൺ ഓഫ് ദി മെത്തേഡ് ടു ചെക്ക് ഗ്രോത്ത് ഈസ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പം പ്രോപ്പറായിട്ട് ഗ്രോത്ത് കിട്ടിയണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഇത് BMI, ബോഡി മാസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ എ പേഴ്സൺ ഹാസ് വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ടു ഹിസ് ഹൈറ്റ്. അപ്പം ഇതെന്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരാളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അയാൾ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത്? ബോഡി മാസ് ഇൻഡെക്സ്. ഫോർ ദീസ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഷുഡ് ബി ഫൗണ്ട് ഔട്ട് ഫസ്റ്റ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റും വെയ്റ്റും ആദ്യം കണ്ടെത്തണം. ബോഡി മാസ് ഇൻഡെക്സ് ഈസ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്. ഹൈറ്റ് ഇൻ മീറ്റർ. അപ്പം ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ ആണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ്. ഇനി നമ്മളോട് ആ കുട്ടികളെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? 2 കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്നുണ്ട് ഈ ഏത് കുട്ടിക്കാണ് പ്രോപ്പറായിട്ട് ഗ്രോത്ത് നടന്നത് എന്ന്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായി ഫസ്റ്റിലെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയിലും പ്രോപ്പറായിട്ടല്ല ഗ്രോത്ത് ഉള്ളത് എന്ന്. ഫസ്റ്റിലെ കുട്ടി എന്താണ്? അണ്ടർ വെയ്റ്റ് ആണ്. അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് കുറവാണ്. രണ്ടാമത്തെ കുട്ടി ഓവർ വെയ്റ്റ് ആണ്, അതായത് വെയ്റ്റ് കൂടുതലാണ്. അത് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്തതാണ്, നമ്മൾ അതിൻ്റെ BMI കണ്ടതാണ്. കണ്ടിട്ട് നമ്മൾ അവരുടെ ഫിസിക്കൽ കണ്ടീഷനും ചെക്ക് ചെയ്തു. ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്? ഒരാൾ അണ്ടർ വെയ്റ്റ്, ഫസ്റ്റ് ചൈൽഡ് അണ്ടർ വെയ്റ്റും സെക്കൻഡ് ചൈൽഡ് ഓവർ വെയ്റ്റും ആണ്. ഇനി നമ്മോട് ചോദിക്കുകയാണ് വാട്ട് ആർ യുവർ ഇൻഫറൻസസ്? എന്താണ് നമ്മുടെ ഇൻഫറൻസസ്? ഫസ്റ്റ് ചൈൽഡ് അണ്ടർ വെയ്റ്റ് ആണ്, സെക്കൻഡ് ചൈൽഡ് ഓവർ വെയ്റ്റ് ആണ്. ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടി കൂടുതലാണ്. അടുത്തത് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ഫസ്റ്റ് ചൈൽഡ് അണ്ടർ വെയ്റ്റ്, ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് സെക്കൻഡ് ചൈൽഡ് ഓവർ വെയ്റ്റ്. അടുത്തത് വാട്ട് ഈസ് ദി റീസൺ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദീസ് 2 ചിൽഡ്രൻ? അപ്പോൾ ഈ 2 കുട്ടികളുടെ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ചൈൽഡ് 1 അണ്ടർ വെയ്റ്റ് ആണുള്ളത്. അപ്പോൾ അണ്ടർ വെയ്റ്റ് വരാനുള്ള കാരണം ആദ്യം നോക്കാം. അപ്പോൾ ചൈൽഡ് 1 അണ്ടർ വെയ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? ആ കുട്ടിക്ക് എത്രയാണോ ആ കുട്ടിയുടെ ഹൈറ്റ് അതിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു വെയിറ്റ് വേണം. ആ വെയിറ്റ് ഇല്ല, അതിലും കുറവ് വെയിറ്റ് ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? പുവർ ന്യൂട്രീഷൻ, ഇൻഅഡിക്വേറ്റ് ഫുഡ് ഇൻടേക്ക്, ഫ്രീക്വൻറ്റ് ഇൽനെസ്, പുവർ ഗ്രോത്ത് ഒക്കെയാണ് ഇതിന് കാരണം. അപ്പം ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാൽന്യൂട്രീഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷകക്കുറവാണ്. പോഷകക്കുറവിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്?
ആദ്യത്തേത് എന്താ പറഞ്ഞത്? പുവർ ന്യൂട്രീഷൻ. പുവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മതിയായ പോഷകാഹാരം ലഭിക്കാതിരിക്കുക. അടുത്തതാണ് ഇത് ഇനഡിക്വേറ്റ് ഫുഡ് ഇൻടേക്ക്. ഇനഡിക്വേറ്റ് ഫുഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ ഭക്ഷണ ക്രമമില്ലായ്മയാണ് ഇനഡിക്വേറ്റ് ഫുഡ് ഇൻടേക്ക്. അടുത്തതാണ് ഇത് ഫ്രീക്വൻറ്റ് ഇൽനെസ്. ഫ്രീക്വൻറ്റ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻറ്റ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് എന്ത് വരിക? രോഗങ്ങൾ വരിക. അടുത്തതാണ് എന്ത്? പുവർ ഗ്രോത്ത്. പുവർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരീര വളർച്ചക്കുറവ്. വളർച്ചക്കുറവിനെയാണ് പുവർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ്? പോഷകക്കുറവിൻ്റെ ലക്ഷണമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കുട്ടീനെ നോക്കാം. രണ്ടാമത്തെ കുട്ടി എങ്ങനെയാണ്? ഓവർ വെയ്റ്റ് ആണ്. ഓവർ വെയ്റ്റ് ആണെന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? BMI നോക്കിയില്ലേ? BMI നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റിന് അനുസരിച്ചിട്ട് BMI നോക്കിയ സമയത്ത് ആ കുട്ടി എന്ത് കൂടുതലാണ്? ഭാരം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ കുട്ടി ഓവർ വെയ്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ദിസ് ചൈൽഡ് വെയ്റ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ഹിസ് ഹൈറ്റ്. അപ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചിട്ട് എത്ര വെയിറ്റ് വേണോ അതിനേക്കാളും കൂടുതലാണ് ആ കുട്ടിയുടെ വെയിറ്റ്. അതുകൊണ്ട് നമുക്ക് ആ കുട്ടി ഓവർ വെയ്റ്റ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈറ്റിംഗ് ടു മച്ച് ഫുഡ്, വളരെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക. ജങ്ക് ആൻഡ് ഓയിലി ഫുഡ്, ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഓയിലി ഫുഡൊക്കെ കഴിക്കുക. എണ്ണയുള്ളതൊക്കെ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അടുത്തത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് എക്സസൈസ് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്. അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണമാണ് ഇങ്ങനെ വെയിറ്റ് കൂടാൻ കാരണം. അപ്പോൾ ഈ വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. ജങ്ക് ഫുഡ്, ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. അതുപോലെ തന്നെ ഇരുന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി കുറച്ചിട്ട്, അതായത് ഫോണ് കാണുക, TV കാണുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കുറച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കളിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അടുത്തതാണ് നൗ ചെക്ക് യുവർ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ആൻഡ് ഫൈൻഡ് യുവർ BMI. ഇനി നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെക്ക് ചെയ്തിട്ട് BMI കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കമ്പയർ ഇറ്റ് വിത്ത് ദി ടേബിൾ ആൻഡ് ചെക്ക് യുവർ ബോഡി കണ്ടീഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടേബിളിൽ നോക്കിയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാനാണ് പറയുന്നത്. വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതണം. ആർ യു ഓവർ വെയ്റ്റ് ഓർ അണ്ടർ വെയ്റ്റ്? അപ്പം നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ എന്ന് ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓവർ വെയ്റ്റ് ആണോ നോക്കണം, അണ്ടർ വെയ്റ്റ് ആണോ നോക്കണം. ചില ആൾക്കാർ ഓവർ വെയ്റ്റ് ആവും, അവരെന്ത് ചെയ്യണം? ഭക്ഷണം നിയന്ത്രണം ചെയ്യണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം. ചില ആൾക്കാർ അണ്ടർ വെയ്റ്റ് ആവും. അണ്ടർ വെയ്റ്റ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതോടെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യണം. നല്ല ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം, ന്യൂട്രിയൻസും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കണം. ഇനി അടുത്തത് ടേക്ക് അപ്പ് എ പ്രൊജക്റ്റ് ആക്ടിവിറ്റി ടു ഫൈൻഡ് ഔട്ട് ദി BMI ഓഫ് ആൾ ദി സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രൊജക്റ്റ് ചെയ്യുക. ആ പ്രൊജക്റ്റിൽ എന്താണ് ടോപ്പിക്ക്? നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും BMI കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒബിസിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബോഡി വെയ്റ്റ് ഈസ് എക്സസ് ദാൻ ദി നോർമൽ. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി വെയ്റ്റ് നോർമലിനേക്കാളും അമിതമാവുന്നതിനെയാണ് നമ്മൾ ഒബിസിറ്റി എന്ന് പറയുന്നത്. ദിസ് മേ ലീഡ് ടു ഇൽനെസ്. ഇതെന്തിലേക്ക് ലീഡ് ചെയ്യും? എന്തിലേക്ക് നയിക്കും? അസുഖത്തിലേക്ക് നയിക്കും. അണ്ടർ വെയ്റ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് അൺഹെൽത്തി കണ്ടീഷൻ. അണ്ടർ വെയ്റ്റും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അൺഹെൽത്തി കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒബിസിറ്റീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ BMI എത്രയാവും? 30 to 34.9 ആവും. സെക്കൻഡ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് 35 to 39.9 ആവും. ഇനി ഒബിസിറ്റി തേർഡ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ എബോവ് 40 ആയിട്ട് ആണ് BMI ഉണ്ടാവുക. ഇനി അടുത്തത് വാട്ട് ഈസ് ദി സൊല്യൂഷൻ ഫോർ അണ്ടർ വെയ്റ്റ്? അപ്പോൾ അണ്ടർ വെയ്റ്റ് മാറ്റാനുള്ള സൊല്യൂഷൻസ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ബാലൻസ്ഡ് ഫുഡ്. നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ഇൻക്ലൂഡ് റൈസ്, വീറ്റ്, പൾസസ്, മിൽക്ക്, എഗ്ഗ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അരി, ഗോതമ്പ്, പൾസസ്, പാല്, എഗ്ഗ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തുക. ഈറ്റ് മോർ പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ കൂടുതലാക്കിയിട്ട് കഴിക്കുക.
കഴിക്കുക. എക്സാമ്പിളാണ് എഗ്ഗ്, ഫിഷ്, പൾസസ്, നട്ട്സ് ഒക്കെ കഴിക്കുക. ഈറ്റ് ഫുഡ് അറ്റ് റെഗുലർ ടൈം, അതായത് ഒരു സമയം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കുക. ഗെറ്റ് ഇനഫ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആവശ്യത്തിന് എന്ത് ചെയ്യുക, ഉറങ്ങുകയും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുകയും ചെയ്യുക. ഡു ലൈറ്റ് എക്സസൈസ് ടു ഇംപ്രൂവ് അപ്പറ്റൈറ്റ്, അതായത് നിങ്ങളുടെ അപ്പറ്റൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എക്സസൈസുകൾ ചെയ്യുക. ഇനി ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? റെഡ്യൂസ് ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഫുഡ് ആൻഡ് സ്വീറ്റ്സ്, ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ് അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. ഈറ്റ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൂട്ടുക. ഡ്രിങ്ക് ഇനഫ് വാട്ടർ, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഡു ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ലൈക്ക് വാക്കിംഗ്, റണ്ണിങ്, പ്ലേയിങ് ഗെയിംസ്. അപ്പം എക്സസൈസ് ആയിട്ടുള്ള വാക്കിംഗ്, റണ്ണിങ്, ഗെയിംസ് കളിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. ഗെയിംസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിംസ് അല്ല, നമ്മൾ ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ഗെയിം വേണം കളിക്കാൻ. അടുത്തത് അവോയ്ഡ് സിറ്റിംഗ് ഫോർ ലോങ് ഹവേഴ്സ്, കുറേ സമയം ഇരിക്കുന്നത് ഒഴിവാക്കുക. മെയിൻറ്റെയിൻ പ്രോപ്പർ മീൽ ടൈം, ഒരു സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഇഫ് ദി വെയ്റ്റ് ഈസ് നോർമൽ വാട്ട് ഷുഡ് ബി ഡൺ? ഇനി വെയ്റ്റ് നോർമൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂ ഈറ്റിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. ഡു റെഗുലർ എക്സസൈസ്, നിത്യം എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അവോയ്ഡ് ടു മച്ച് ഓയിലി ആൻഡ് ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ഓയിലി ഫുഡും കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്, ആവശ്യത്തിന് എന്ത് ചെയ്യുക, ഉറങ്ങുക. മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അടുത്ത ടോപ്പിക്കാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, അതായത് നല്ല ഫുഡ് ഹാബിറ്റ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഏജ് അപ്രോപ്രിയേറ്റ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഷുഡ് ബി ഫോളോവഡ്. പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് ഇൻ ദി ലിസ്റ്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ലിസ്റ്റിൽ ഗുഡ്, അതായത് നല്ല ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് പോകാനാണ് പറയുന്നത്. ഈറ്റിംഗ് ഓൺ ടൈം, അതൊരു ഗുഡ് ഫുഡ് ഹാബിറ്റാണ്, അപ്പോൾ അത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് ഈറ്റിംഗ് ടു മച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഗുഡ് ആണോ ബാഡ് ആണ് അല്ലേ, ആവശ്യത്തിന് കഴിക്കാൻ പാടുള്ളൂ. ടു മച്ച് എന്ന് പറഞ്ഞാൽ കുറേ കഴിക്കുക എന്നുള്ളതാണ്, അത് പാടില്ല. ഈറ്റിംഗ് ദി സെയിം ഫുഡ് ഐറ്റം റെഗുലർലി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈറ്റിംഗ് ഫ്രീക്വൻലി, അതും ചെയ്യാൻ പാടില്ല. ഇൻക്ലൂഡിങ് പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ഇൻ ഡയറ്റ്, അത് നല്ലൊരു ഹാബിറ്റാണ്. ഈറ്റിംഗ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, ആവശ്യത്തിന് ഫുഡ് കഴിക്കാം. ഈറ്റിംഗ് വൈൽ വാച്ചിങ് ടെലിവിഷൻ ആൻഡ് മൊബൈൽ ഫോൺ, അത് പാടില്ല. അടുത്തത് എവ്രി വൺ ഇൻ ദി ഫാമിലി ഈറ്റ്സ് ടുഗദർ അറ്റ് ഹോം, നല്ല ഹാബിറ്റാണ്. ഈറ്റിംഗ് വെരി ലിറ്റിലായിട്ട് കഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് ഫുഡ് കഴിക്കണം. അടുത്തത് ഈറ്റിംഗ് മോർ ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ബാഡ് ഹാബിറ്റാണ്. ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കുറേ കഴിക്കാൻ പാടില്ല. അടുത്തത് ഈറ്റിംഗ് ഓൺലി ഫേവറേറ്റ് ഫുഡ്, അതും കഴിക്കാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്, ഫേവറേറ്റ് മാത്രം നോക്കി കഴിക്കാൻ പാടില്ല. നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യരുത് എന്നാണ് പറയുന്നത്, അത് ഹെൽത്തി അല്ല, ഗുഡ് ഹാബിറ്റ് അല്ല. അടുത്തത് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ് ഇൻ ബിറ്റ്വീൻ, അത് ശരിയല്ല, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം. ഈറ്റിംഗ് ഹെൽത്തി സ്നാക്സ് കഴിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗുഡ് ഫുഡ് ഹാബിറ്റിൽ വരുന്നത്. അപ്പം നിങ്ങളോട് പറയാണ്, റൈറ്റ് ഗുഡ് ഫുഡ് ഹാബിറ്റ് ഓൺ എ ചാർട്ട് ആൻഡ് എക്സിബിറ്റ് ഇൻ ദി ക്ലാസ്. അക്വയർ ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ് ഫ്രം ദി ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ്. അപ്പം ഗുഡ് ഫുഡ് ഹാബിറ്റ് എഴുതിയിട്ട് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഈറ്റിംഗ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഈറ്റ് ഫുഡ് അറ്റ് റെഗുലർ ടൈം, അവോയ്ഡ് ജങ്ക് ആൻഡ് ഫാസ്റ്റ് ഫുഡ്, വാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഗുഡ് ഫുഡ് ഹാബിറ്റിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് തന്നതിൽ ഏതൊക്കെയാണ് വരാൻ നോക്കാം. നിങ്ങൾക്ക് മേലെ തന്നതിൽ ഏതൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്? ഈറ്റിംഗ് ഓൺ ടൈം, ഇൻക്ലൂഡിംഗ് പ്ലെൻറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീഫി വെജിറ്റബിൾ ഇൻ ദി ഡയറ്റ്, ഈറ്റിംഗ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ്, എവ്രി വൺ ഇൻ ദി ഫാമിലി ഈറ്റ്സ് ടുഗദർ അറ്റ് ഹോം, ഈറ്റിംഗ് ഹെൽത്തി സ്നാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.